ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് തോന്നി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയോ ആൾക്കാർ എന്നെ പോലെ തന്നെ ഉണ്ടാവും. സോ എൻ്റെ ജേർണി ഇൻ ദ ലോ ഹീമോഗ്ലോബിൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. സോ യെസ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാൻ ഞാൻ പോവുകയാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോ ഹീമോഗ്ലോബിൻ എനിക്ക് കണ്ടുവന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറിയുടെ സമയത്താണ്. കെനിയയിൽ വെച്ചിട്ടാണ് ലോ ഹീമോഗ്ലോബിൻ ഡിറ്റക്ട് ചെയ്യുന്നത്. ലോ ഹീമോഗ്ലോബിൻ ഡിറ്റക്ട് ചെയ്യുന്നു. ഡെലിവറിക്ക് മുമ്പ് അതൊരു സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് ഉള്ളതുകൊണ്ട് ഡോക്ടർ ഒരു 7th month 8th month ഇത് ഡിറ്റക്ട് ചെയ്തിട്ട്, ബിക്കോസ് ത്രൂ ഔട്ട് 10 months ഞാൻ ബ്ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു 8th month കൂടിയിട്ട് എനിക്ക് അവർ ലോ ഹീമോഗ്ലോബിൻ ഡിറ്റക്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവർ ചെയ്തു. ബിക്കോസ് സർജറിക്ക് മുമ്പ് അത് കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ലോ ഹീമോഗ്ലോബിൻ ലെവലിലേക്കാണ് എൻ്റെ ബോഡി പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞു, കുട്ടി വളരുന്നു, നമ്മൾ അവിടെ ഉണ്ട്, എല്ലാം കഴിഞ്ഞു. ഇസ്താൻബുളിൽ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് സ്ട്രൈക്ക് ഓഫ് ലോ ഹീമോഗ്ലോബിൻ. എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പിന് ചെയ്യാൻ പോയ സമയത്താണ് ലോ ഹീമോഗ്ലോബിൻ ഡിറ്റക്ട് ആവുന്നത്. അവിടെ വെച്ചിട്ട് ഇൻഫ്യൂഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു അലാമിംഗ് സിറ്റുവേഷൻ ആയിട്ടുള്ള രീതിയിൽ ആയിരുന്നില്ല. ഇൻഫ്യൂഷൻ തന്നു, ആഴ്ചയിൽ ഒരിക്കൽ പോയി എടുത്തു. 5 sittings ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഐ വാസ് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ദുബായിൽ വന്ന സമയത്ത് ഇതേമാതിരി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് വെച്ചാൽ നമ്മള് എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മൾ വളരെ കറക്റ്റായിട്ട് നമ്മൾ ഫുൾ ചെക്കപ്പ് ചെയ്യും. എന്താ വെച്ചാൽ രണ്ടുപേരുടെ ഹിസ്റ്ററിയിലും എന്റെയും കണ്ണേട്ടന്റെയും ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ വീണ്ടും എനിക്ക് ലോ ഹീമോഗ്ലോബിൻ ഡിറ്റക്ട് ആവുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഒരു 2 years വരയ്ക്കും, ഒരു 2 years മുമ്പ് നമ്മൾ എന്തൊക്കെ തന്നെ കഴിച്ചാലും ഇല്ലെങ്കിൽ എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ ബോഡിയിൽ അത് കൂടുന്ന പ്രശ്നമേ ഇല്ല. മൈ ബോഡി റിഫ്യൂസ്ഡ്. ആ ഒരു അബ്സോർപ്ഷൻ പവർ എന്നുള്ളത് ഒരു ഫുഡ് കഴിച്ചാലും ഒന്നിനും ആ ഒരു അബ്സോർപ്ഷൻ പവർ ഇല്ലാതാവുന്ന ഒരു സമയം വരും. ഓക്കെ, അതെല്ലാവർക്കും കാണണമെന്നില്ല. ചില ആൾക്കാർക്ക് ആ അബ്സോർപ്ഷൻ പവർ ഇല്ലാതാവും. അതൊരു ബോഡിയുടെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ലോ ഹീമോഗ്ലോബിൻ കാണുന്നു. ആൻഡ് കാണുന്നത് എത്രയാന്ന് വെച്ചാല് 7.3 something ആണ് കാണുന്നത് എനിക്ക്. പക്ഷെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളോ അതിൻ്റെതായിട്ടുള്ളതൊന്നുമില്ല. ഓക്കെ, ഐ വാസ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇതൊരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെ നമ്മൾ പോയാൽ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇൻഫ്യൂഷൻ ചെയ്തേ പറ്റൂ. പക്ഷെ ഇൻഫ്യൂഷൻ ചെയ്യണതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാനുണ്ട്. ആ റൂൾ ഔട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എന്റെ ബോഡിയിൽ അൺനെസസറി ആയിട്ട് ബ്ലഡ് ലോസ് നടക്കുന്നുണ്ടോ എന്നറിയണം. ഫോർ എക്സാമ്പിൾ പീരിയഡ്സിന്റെ, അതേമാതിരി തന്നെ എത്ര ദിവസം അത് പോകുന്നു, അതേമാതിരി എന്റെ സ്റ്റൂളില് അതായത് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് വല്ല ബ്ലഡിന്റെ അംശങ്ങൾ കാണുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്തപ്പോൾ എവറിത്തിങ് വാസ് ഓക്കെ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ഒരു അബ്സോർപ്ഷൻ പവർ ഇല്ല എന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവറി 6 months നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് ഇൻഫ്യൂഷൻ ചെയ്യുക. നിങ്ങൾക്ക് അതേ ഇനി പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ആ 6 months once പോയിട്ട് ചെയ്യേണ്ട ആ ഒരു രീതി ബിസി ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട്, വർക്കുകൾ കൂടുതലുള്ളത് കൊണ്ട് പോവാൻ പറ്റിയില്ല. ഓക്കെ, ഫസ്റ്റ് മിസ്റ്റേക്ക് ഇസ് ദാറ്റ്. സെക്കൻഡ് മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു മേല് എനിക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് ഞാൻ ഭയങ്കര പെയിൻ ആയിട്ട് ഞാൻ എന്താണ് പറയുക ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് അവര് ട്രീറ്റ്മെന്റ് തരുന്ന സമയത്ത് അവർ ബ്ലഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ നോക്കിയ സമയത്ത് ഹീമോഗ്ലോബിന്റെ കാര്യത്തില് അവർക്ക് അതൊരു അലാമിംഗ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ
എന്ത് കാരണം കൊണ്ടോ ഐ ഡോണ്ട് നോ, GP വന്നിട്ട് എൻ്റെ ഇന്റേണൽ മെഡിസിൻ ഡോക്ടറുടെ അടുത്ത് അത് പറഞ്ഞില്ല. എനിക്കൊട്ടും അറിയൂല. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ വയ്യാണ്ടായി നവംബറിലെന്ന്. ആ വയ്യാണ്ടായതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരെൻ്റെ ബ്ലഡ് നോക്കുന്നു, വല്ല ഇൻഫ്ലുവൻസ കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എൻ്റെ ബ്ലഡ് ഹീമോഗ്ലോബിൻ 8 സംതിങ് ആയി. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും നമ്മൾ ബ്ലഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ ലെവൽസ് മാത്രമാണ് നോക്കുന്നത്. എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത്, ഹീമോഗ്ലോബിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറയൂ. അത് ഡോക്ടർ ടെസ്റ്റ് എഴുതുന്ന സമയത്തേ പറയൂ. കൊളസ്ട്രോൾ ഡീറ്റെയിൽ സ്റ്റഡി പോലെ ബ്ലഡും ഹീമോഗ്ലോബിനും ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യാൻ പറയൂ. ഓവറോൾ കണ്ടിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. നമുക്ക് ഉണ്ടായ അനുഭവം അതാണ്. അതായത് ഓവറോൾ 8 പോയിന്റ് സംതിങ് ഉണ്ട്, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. 12 വേണം ലേഡീസിന്. പക്ഷേ ആ ഓവറോളിൽ നമുക്ക് എത്ര അയേൺ കണ്ടന്റ്, എത്ര ഫെററ്റിൻ ഉണ്ട്, എത്ര ഇതുണ്ടെന്ന് നമുക്ക് അറിയണം. എൻ്റെ അയേൺ കണ്ടന്റ് ഫെററ്റിനൊക്കെ 5 നിൽക്കുന്നത്. അവിടെ എന്ന് പറയണത് ഇറ്റ്സ് എൻ അലാമിങ് സിറ്റുവേഷൻ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൊലാപ്സ്. ഓക്കെ, സോ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് അപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിയുന്നു. ആന്റിബയോട്ടിക്സ് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു അവർ. എന്നിട്ട് ഞാൻ ഡോക്ടറെ പോയി കാണുകയാണ്. ഡോക്ടറെ പോയി കാണുന്ന സമയത്താണ് ഈ ഒരു അലാമിങ് സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ 8 ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യാതെ നിങ്ങളുടെ ബ്ലഡിലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ഒരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ ആ ഒരാഴ്ച എൻ്റെ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ കാണുന്നവരേക്കുള്ള ഒരാഴ്ച ഉണ്ടല്ലോ, ആ ഒരാഴ്ച ഗ്യാപ്പ് എടുക്കണം എന്ന് എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരാഴ്ച എനിക്കുണ്ടായ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ 2 മിനിറ്റ് കൂടുമ്പോഴും എനിക്ക് ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം. എക്സ്ട്രീം ഫെറ്റീഗ്, കോട്ടുവായ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒന്നും ചെയ്യാൻ ത്രാണിയില്ല. ഞാൻ എത്രമാത്രം നിന്ന് പണിതൊരു വ്യക്തിയാണോ, എത്രമാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണോ, അതിനും വേണ്ടിയിട്ട് ചത്ത ശവം പോലെ ആവുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നിനും എത്ര ഉറങ്ങിയാലും പോരാ, എത്ര എന്തൊക്കെ കഴിച്ചാലും പോരാ, എന്ത് ചെയ്താലും നമുക്ക് എനർജി ലെവൽ കിട്ടില്ല, തിരിച്ചു വരില്ല. കോട്ടുവായി വന്നുകൊണ്ടേയിരിക്കുക. എക്സ്ട്രീം ബ്ലോട്ടിങ്, ഗ്യാസിന്റെ ഹൈറ്റ്, മനസ്സിലായില്ലേ? പിന്നെ കാണില്ല. ഓക്കെ, നമുക്കിങ്ങനെ കാണില്ല, വിസിബിൾ ആയിട്ട് കാണില്ല, പക്ഷെ തണുത്തുകൊണ്ടേയിരിക്കും. നമുക്കിങ്ങനെ ചിൽസ് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ഫീലിംഗ് ഭയങ്കര ഓടാണ്. പിന്നെ ബ്രെത്ത്, നമുക്ക് ശ്വാസം കിട്ടുന്നത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരാഴ്ചയിൽ അനുഭവിച്ചു. ശരി, ഡോക്ടറെ കാണണമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് ഈ ഒരു അലാമിങ് സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റും എഴുതി. എന്നിട്ട് എംപ്റ്റി സ്റ്റമക്കിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു. ഒരു 11 ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടെന്നല്ല, ഞാൻ എല്ലാം എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അതിപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഒരെണ്ണം മാത്രം, അതായത് എന്തോ ഒരു പേര് പറഞ്ഞു, വേർ ദേ വിൽ സീ ഹൗ മൈ സെൽസ് ആർ. ഓക്കെ, അത് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും വരും. നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഡേറ്റ് ഫിക്സ്ഡ് ആയി. ബുധനാഴ്ച, ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് വീഡിയോ. ബുധനാഴ്ച വൈകുന്നേരം 6:30 ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ്, എന്താ സംഭവം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത് മെയിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുള്ള കാരണം ഒരു സിമ്പത്തിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ എന്താണ് പറയുക, അയ്യോ അസുഖമായല്ലോ, അതിനൊന്നുമല്ല. ഇറ്റ്സ് എൻ അവയർനെസ്. ലേഡീസ്, ജെൻസ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതും
പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ ബോഡി അബ്സോർപ്ഷൻ നിർത്തി എന്നുള്ള ഒരു അലാമിംഗ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ പോവുക, നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുക, ഇൻഫ്യൂഷൻ ചെയ്യുക വരെ. ഇതാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ നാട്ടില് ഇൻഫ്യൂഷൻ ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. പക്ഷെ നാട്ടില് ഇൻഫ്യൂഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഇൻഫ്യൂഷൻ ചെയ്യുന്ന ആ ബ്ലഡ് പോലത്തെ കാണുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ആൾക്കാർ വിചാരിക്കുന്നത് ചോര കയറ്റുകയാണ് എന്നുള്ളതാണ്. നോ, ഇറ്റ്സ് നോട്ട് ബ്ലഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഫെററ്റിൻ ആണ്. അത് അയേണിന്റെ കളർ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അത് വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഡോക്ടേഴ്സ് അതിനെ കണ്ണി കണ്ട പോലെ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ വളരെ ഗൈഡൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രോസസ്സാണത്. നമ്മളുടെ ബോഡിയിൽ അങ്ങനെ നമുക്ക് കമ്മിയായിരിക്കുന്ന ആ ഒരു ബ്ലഡിനെയും ആ ഒരു ഫെററ്റിന്റെ ലെവലും ഒരു യൂണിറ്റ് കയറുന്ന സമയത്ത് നമുക്ക് ടോട്ടലി പാൽപിറ്റേഷൻസ് ആവാം. ഓക്കെ, നമ്മൾ ടോട്ടലി ഷിവർ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി കണ്ടീഷൻ എങ്ങനെ വേണമെങ്കിലും ആവാം. സോ ടോട്ടൽ ഗൈഡൻസിൽ, ടോട്ടൽ ഡോക്ടർ ഗൈഡൻസിൽ മാത്രമേ ഇത് അവർ ചെയ്യുള്ളൂ. ആൻഡ് ഇൻഫാക്ട് നാട്ടില് എനിക്ക് തോന്നുന്നു ഇത് ICUല ചെയ്യുക. എനിക്കറിയില്ല, എന്നുവെച്ചാൽ ഇതേ സിറ്റുവേഷൻ അലാമിങ് അല്ലാണ്ടേ അമ്മയ്ക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അമ്മയ്ക്ക് ഇപ്പോൾ 10 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ മുട്ടിന്റെ സർജറി ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. സോ അതില് അമ്മയ്ക്ക് ഹീമോഗ്ലോബിൻ ടാബ്ലറ്റ് ആയിട്ട് കഴിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇൻഫ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. എല്ലാ മാസവും ഒരെണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മാസം കൊടുത്തു നോക്കുക, എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കുക, എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ ഡോക്ടേഴ്സ് അവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ സംഭവം ഒത്തിരി കോസ്റ്റ്ലിയാണ് നാട്ടില്. അപ്പൊ ആ ഇൻഫ്യൂഷനില് ഇപ്പൊ നമ്മളിവിടെ നോർമലായിട്ട് ഹോസ്പിറ്റൽസിലായാലും നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ടേഴ്സ് പ്രസൻസിൽ അവർ ചെയ്യും. നാട്ടിലിപ്പോ അമ്മയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കണത് എന്താ വെച്ചാൽ ഷീ ഷുഡ് ബി ഇൻ ദ ICU. ഐ തിങ്ക് അവർ ആ മോണിറ്റർ ചെയ്ത് വെക്കും തോന്നുന്നുണ്ട്. എന്നിട്ടൊരു ഏകദേശം 4 to 8 മണിക്കൂറാണ് പറയുന്നത്. സോ ഇത് വളരെ പതുക്കെ കയറുന്ന ഒരു സംഭവമാണ്. ചട്ടപ്പട്ടേന്നും പറഞ്ഞിട്ട് ചെയ്യില്ല അവര്. ഡ്രോപ്പ് ആയിട്ട് വളരെ പതുക്കെ പോകുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങാനും നിങ്ങൾക്ക് അങ്ങനെ ഡോക്ടർ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻഫ്യൂഷൻ വേണം എന്ന് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ഇത് മാറ്റിവെക്കരുത്, ചെയ്യണം നിങ്ങൾ. ബിക്കോസ് ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ്. നിങ്ങളുടെ ബോഡിയിൽ ആ മെഡിസിൻ പിടിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ ഇൻഫ്യൂഷൻ അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ഇൻഫ്യൂഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തിരിച്ചു പോവാത്ത എത്രയോ ആൾക്കാരുണ്ട്. അയ്യേ, കയറ്റൊന്നും വേണ്ട, ഗുളിക കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ചീര കഴിച്ചാൽ മതി. നടക്കില്ല മക്കളെ, എണീറ്റ് നിൽക്കാൻ ത്രാണി ഉണ്ടാവില്ല. അനുഭവം കൊണ്ട് പറയാണ്. ദയവ് ഇത് ഒരു ഹീമോഗ്ലോബിനിലെ ഇൻഫ്യൂഷനെ പേടിക്കാതിരിക്കുക. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ കറക്റ്റ് ഗൈഡൻസോട് കൂടിയിട്ട്, ഡോക്ടർ ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അവരുണ്ടാവും നിങ്ങളെ നോക്കാൻ. അവർക്കറിയാം എത്ര യൂണിറ്റ് കൊടുക്കണം, എത്ര വേണം, എത്ര എത്ര സേഫ്റ്റി സെക്യൂരിറ്റിയോട് കൂടിയിട്ട് അത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. സോ ഈ ഒരു വീഡിയോ നിങ്ങളൊരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അനുഭവം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ. അതല്ലാത്ത പക്ഷം വായിച്ചിട്ട് വന്നിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ അണ്ടർഗോ ചെയ്ത കാര്യമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ഇപ്പോഴും എന്താ വെച്ചാൽ എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഇനി ബുധനാഴ്ച വരയ്ക്കും കാക്കണം എനിക്ക്. ഞായർ, തിങ്കൾ, ചൊവ്വയുണ്ട്. ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ്. എനിക്കറിയുന്നുണ്ട് എൻ്റെ ബോഡി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. സോ ആ ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കാൻ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ലോ ഹീമോഗ്ലോബിൻ ആണോ, അതിന് വേണ്ട കാര്യങ്ങൾ പ്രിക്കോഷൻ നോക്കുക. നിങ്ങൾക്ക് അബ്സോർപ്ഷൻ പവർ ഇല്ലേ, അവർ ഇൻഫ്യൂഷൻ പറഞ്ഞോ, മിണ്ടാതെ പോയി ഇൻഫ്യൂഷൻ എടുക്കുക. ചിലപ്പോൾ 1 യൂണിറ്റോ 2 യൂണിറ്റിലോ കാര്യം തീരാവുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എനിക്ക് 5 യൂണിറ്റ് വേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ ആഴ്ച 2 തരാമെന്നാ പറഞ്ഞിരിക്കണേ. എനിക്കറിയില്ല, ഞാൻ 2 എടുക്കാനുള്ള കപ്പാസിറ്റി ആ ദിവസം ഡോക്ടർ പോയി നോക്കിയാലേ എൻ്റെ ബോഡി കണ്ടീഷൻ അറിയൂ. സോ നിങ്ങൾക്ക് ഞാൻ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണുക, പേടിക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്.
ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ആ പലതും എക്സ്പെക്ട് ചെയ്യണതിന്റെ കൂട്ടത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. അതിലൊരു ഇൻഫ്യൂഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ വലിയൊരു രീതിയിൽ ആക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലേഡീസ് എത്ര പേര് നിങ്ങൾ പീരിയഡ്സിന്റെ ഡേറ്റ് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ഒരു നോട്ടായിട്ട്? എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഡോക്ടർ ചോദിക്കുന്നത് 6 months പീരിയഡ് റെക്കോർഡാണ്. അത് നിങ്ങൾക്ക് കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടോ മെമ്മറിയിൽ വെക്കാനോ നമുക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ നോട്ട്സിൽ ഇതുപോലെ ആക്കി വെക്കുന്നതാണ്. 2023 മുതലുള്ള കണക്കുണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ, എല്ലാ മാസവും പീരിയഡ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ എഴുതി വെക്കും. അപ്പൊ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് കാണിക്കാം. അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടോ, എങ്ങനെയാണ്. ഇതൊരു ടിപ്പായിട്ട് കണക്കാക്കുക. ദയവ് ഇത് നിങ്ങളുടെ പീരിയഡ്സിന്റെ ഡേറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന്റെ ആവശ്യം വരും. നമുക്ക് ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ഡോക്ടറുടെ അടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒരു ലേഡീസിന്റെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരിയഡ്സ് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് അതൊന്ന് എഴുതി വെക്കാൻ നോക്കുക. സോ ഒരു മോസ്റ്റ് അലാമിങ് സിറ്റുവേഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പേടി കാര്യങ്ങളൊന്നുമില്ല, എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞതാണ്. പക്ഷെ ഇത്രയും താഴെ വന്നിട്ടില്ല. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. ആൻഡ് ഇതൊരു 2 ഡോസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഇറ്റ് വിൽ ബി ബാക്ക് ടു നോർമൽ. പിന്നെ എല്ലാത്തിനും വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു. പല ആൾക്കാർക്കും പറ്റുന്ന കാര്യം അതാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ബോഡി എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്ക് അപ്പം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഒരു ഹോർമോണൽ ഇംബാലൻസിലൂടെ പോകുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഒരു മൂഡ് സ്വിങ്ങിലൂടെ പോകുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു PMSലൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിലുള്ള ഓരോരുത്തരും അത് മനസ്സിലാക്കണം. ചില ആൾക്കാർ അതൊന്നും ചെയ്യാറില്ല. ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വിവരമില്ല, അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാല് മനസ്സിലായില്ല. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഉണ്ട്. അവരെന്തുമാത്രം വിഷമത്തിലൂടെയാണ് അത് അണ്ടർഗോ ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് വല്ല ഇഷ്യൂ വന്നാൽ മാത്രം അതൊരു ഇഷ്യൂ. വീട്ടിലുള്ള ഒരു ലേഡീസിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. വീട്ടിലുള്ള കുട്ടി തൊട്ട് വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അതിനുള്ള സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അതും പ്രത്യേകിച്ചിട്ട് ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ് അണ്ടർഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീമെനപ്പോസ് ആവാം, എന്ത് ഹോർമോണൽ ഇംബാലൻസ് വേണമെങ്കിലും ആവാം. അവർക്ക് നിങ്ങൾ എന്ത് സപ്പോർട്ട് കൊടുത്തു? ഒന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും കാണുന്ന പോലെ അല്ല. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അവർ ബിഹേവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. അവർ അണ്ടർഗോ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. അവരുടെ പെയിൻ ഡിഫറെന്റ് ആണ്. അതൊരു സ്ത്രീക്ക് മാത്രമേ അത് എങ്ങനെ അണ്ടർഗോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ അവരത് ചിലത് കാണിച്ചു എന്ന് വരും, ചിലത് കാണിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ ഡിപ്രഷൻ മോഡിലേക്ക് പോയി എന്ന് വരും, ചിലപ്പോൾ മൂഡ് സ്വിംഗ് കാണിച്ചു എന്ന് വരും, ചിലപ്പോൾ അവർ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നു എന്ന് വരും. ആ സമയത്തൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് വീട്ടിലുള്ള ആൾക്കാരുടെ കടമയാണ്. കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു താങ്ങായിട്ട് നിൽക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതന്നെ വലിയൊരു കാര്യം. ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദയവീത് ഈ ഒരു ഹീമോഗ്ലോബിൻ ലോ ആയാലും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവൃത്തിയാണ്. അത് അണ്ടർഗോ ചെയ്തതുകൊണ്ട് ഞാൻ പറയാണ്, യു വിൽ ബി അണ്ടർ ഇമ്മൻസ് ട്രോമ, യു വിൽ ബി അണ്ടർ ഇമ്മൻസ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ ആയിരിക്കും. ഞാനിപ്പോൾ അണ്ടർഗോ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ആക്കി ഇടുന്നത്. അതല്ലാത്ത പക്ഷം ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് നോ ഐ എം സോ സോറി അബൌട്ട് ദാറ്റ്, ഇതൊന്നും കാണിച്ചു കൂട്ടേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ അവയർനെസ് വീഡിയോ ടു ബ്രിങ് ഇറ്റ് ഔട്ട് ടു യു ദാറ്റ് ലേഡീസ് കീപ്പ് എ വാച്ച്. നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇതൊരു തെറ്റല്ല, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ,
വീഡിയോ കാണൂ ബാക്കിയുള്ളത്, എന്നിട്ട് വേണ്ട പോലെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, പ്രൈം മെഡിക്കൽ സെൻറ്റർ മോട്ടോർ സിറ്റിയിലുള്ള അവിടെയാണ് പോണത്. എന്ന് വെച്ചാൽ എൻ്റെ ഇൻറ്റേർണൽ മെഡിസിൻ ഡോക്ടർ പവിത്ര ഇവിടെയാണ് ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ സിസേറിയന് പോലും എനിക്ക് പേടിയില്ല മക്കളെ. ഈ ബ്ലഡ് എടുക്കുന്ന കാര്യം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര പോലെ ഒരു പേടി വേറെയില്ല. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാലേ പേടിയാണ്. ഇനിയിപ്പോൾ തൊരയെന്ന് പറഞ്ഞ് നമുക്ക് കുത്തേണ്ട ഒരു കാര്യമാണ്. സോ ബ്ലഡൊക്കെ കൊടുത്തു. അപ്പോൾ അതിനൊന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം ഓക്കെയാണ്, ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമുക്ക് ഫെററ്റിൻ എന്ന് പറഞ്ഞാൽ ഉള്ളത്? ഇങ്ങനെയായിരിക്കും സംഭവം. നമ്മളുടെ അടുത്ത് ഡോക്ടർ എത്ര യൂണിറ്റ് ആണോ വാങ്ങിക്കാൻ പറയുന്നത് അത്ര യൂണിറ്റ് നമുക്ക് വാങ്ങിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു സംഭവമായിരിക്കും. ഇതിനെയാണ് അവർ സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെ അവർ മിക്സ് ചെയ്യുന്നത്. ആദ്യം എനിക്ക് നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഏതോ ഒരു ലിക്വിഡിൻ്റെ കൂടെ എന്ന് പറയുന്ന കേൾക്കും, ബിക്കോസ് എനിക്കത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റെക്കോർഡ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ആ ഒരു ഇതിൻ്റെ മുകളിൽ സോഡിയം ക്ലോറൈഡ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അയേണിൻ്റെ കളറ് ഉണ്ടാവുക. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മൾ നാട്ടിൽ സംസാരിച്ച പോലെ ഇതാണ് ഇൻഫ്യൂഷൻ നടക്കുന്നത്. ഇപ്പോൾ മെഡിസിൻ ഞാൻ കാണിച്ചു തരാം. ഇതിനെ അവര് ഏതിൽ കൂടെയാണ് കലക്കണമെന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെയാണ് പോവുക, വളരെ സ്ലോ ആയിട്ടാണ് പോവുക. എനിക്ക് ഇപ്പൊ അവര് 11 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് എല്ലാ ആഴ്ചയും ഈ 2 യൂണിറ്റ് ആണ് ഇപ്പൊ എടുക്കുക. ഇപ്പൊ ഇന്ന് ഞാൻ 1 യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ടൈം 2 യൂണിറ്റ്സിൽ നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയാ, ഇങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡോക്ടർ ഇൻഫ്യൂഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കാതെ ധൈര്യമായിട്ട് ചെയ്യുക. ബിക്കോസ് ഇത് വളരെ വളരെ അലാമിംഗ് സിറ്റുവേഷൻസ് ആക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ ലൈഫിൽ ആയത് അതാണ്. പലതും ആവും. അപ്പൊ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ മാത്രമേ അവരത് ചെയ്യുള്ളൂ. സോ ഇത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇനിയിപ്പോ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഈ 2 യൂണിറ്റ് വെച്ച് എടുക്കുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ ഈ ഒരു വീഡിയോ ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. ബിക്കോസ് എനിക്കറിയാം എത്രയോ ലേഡീസ് ഇൻഫ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ ഇതിനെ ബ്ലഡ് ആണെന്ന് വിചാരിച്ചിട്ട് രക്തം കയറ്റുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് വെക്കുന്നത്. ദിസ് ഇസ് നോട്ട് ബ്ലഡ്, ദിസ് ഇസ് ആക്ച്വലി ഫെററ്റിൻ. ഓക്കെ, ഞാൻ അതിന്റെ ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയേണിനെ അവര് ഏതോ ഒരു ലിക്വിഡിലൂടെ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലഡ് പോലെ തോന്നിക്കുന്നത്. സോ ഇത് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുന്നത് ബ്ലഡ് ആണെന്നാണ്. ദിസ് ഇസ് നോട്ട് ബ്ലഡ്. ഓക്കെ, അപ്പോ ഈ ഒരു കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾ ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് വെക്കരുത്. യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. ഇതൊരു കൈൻഡ് അഡ്വൈസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. ആൻഡ് കുഴപ്പമൊന്നുമില്ല. ആൻഡ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എന്റെ ജോലികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. എവറിത്തിങ് ഇസ് ഓക്കെ. ഈ ഒരു ലെവലിനെ കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഹലോ. അപ്പോ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലെ? എന്താണ് ഹീമോഗ്ലോബിന്റെ ഇൻഫ്യൂഷൻ, എന്താണ്, എത്ര ക്ഷീണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻഫ്യൂഷൻ എങ്ങനെയാ ചെയ്തത് എന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മുതൽ ഓരോ ഘട്ടത്തിലും പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഇൻഫ്യൂഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഓക്കെ, എനിക്ക് 3 യൂണിറ്റ് ഇപ്പം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ബോഡി തന്നെ നമ്മളെ ഒരുപാട് താങ്ക് ചെയ്യും. ബിക്കോസ് അത്രയും നമുക്ക് എന്താണ് നമ്മൾ അനുഭവിച്ചിരുന്നത് എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ബിക്കോസ് നമ്മൾ എത്രത്തോളം ഇതിനെ നമ്മൾ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സ് കാണും. ഓക്കെ, അപ്പോൾ ആ സൈഡ് എഫക്ട്സ് എന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു അയേൺ ഗുളിക കഴിച്ചാലും ഇല്ലെങ്കിൽ അയേണിന്റെ ഒരു ഇത് ഉള്ളിലേക്ക് പോണ സമയത്ത് നമുക്ക് ചിലവർക്ക് തലചുറ്റും, ചിലവർക്ക് ഛർദ്ദിക്കാൻ വരും. ഒരുപാട് ആൾക്കാർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾ 100% എക്സ്പെക്ട് ചെയ്തോളൂ. ബിക്കോസ് അത് ടാബ്ലറ്റ് കഴിച്ചാലും അതല്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇൻഫ്യൂഷന്റെ സമയത്തും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര ഫൈബർ റിച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. അത് പുറമെ
നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഫീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെമാരി ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഫീൽ ചെയ്താലും എന്തെങ്കിലും ഒരു ചെറിയ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫിഷേഴ്സ്, ഹെമറോയിഡ്സ് എന്തായാലും എനിക്ക് പ്രോബ്ലം ഉണ്ട് അത് വരും. സോ ആ വേദനയും എല്ലാം കൂടി അനുഭവിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ഇല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീലിയം ഹസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ക്യാപ്സ്യൂൾസ് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഹസ്കിന്റെ ക്യാപ്സ്യൂൾസ് ഇല്ലെങ്കിൽ പൊടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ജ്യൂസിൽ ഇട്ടിട്ട് വേണമെങ്കിലും കഴിക്കാം, ക്യാപ്സ്യൂൾ ആണെങ്കിൽ എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ അത് വാങ്ങിക്കുക. ആൻഡ് ഇത് കൂടെ തന്നെ നിങ്ങൾ കഴിക്കാൻ നോക്കുക. അപ്പോൾ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മോഷൻ പോകുന്ന സമയത്ത്, നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് ആ കോൺസ്റ്റിപ്പേഷന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് അയൺ കോൺസ്റ്റിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരും. ആൻഡ് ഹെമറോയിഡ്സും ഫിഷേഴ്സും ഉള്ള ആൾക്കാരാണെങ്കിൽ അനുഭവിച്ച് തീർക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഭവവും ആ വേദനയും എന്താണെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കഴിച്ചിരിക്കണം. അത് മാത്രമല്ല, പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സീലിയം ഹസ്ക് എന്നുള്ള രീതിയിലുള്ള ക്യാപ്സ്യൂൾ നിങ്ങൾ കഴിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ജേർണി സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കരുത്. ലോ ഹീമോഗ്ലോബിൻ ഉള്ള ആൾക്കാരാണ് ഇൻഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം തന്നെ എന്റെ എക്സ്പീരിയൻസിൽ കാണിച്ചു തന്നു. ഓക്കെ, സോ ഒന്നും തന്നെ ഇതിൽ വലിയ കാര്യമായിട്ടുള്ള രീതിയിലൊന്നുമില്ല. നമുക്കിതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ കാര്യത്തിൽ എവറി 6 months എനിക്ക് പോകണം, ടെസ്റ്റ് ചെയ്യണം, എനിക്ക് കമ്മിയായിട്ടുണ്ടെങ്കിൽ കയറ്റണം. അതാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ. അപ്പൊ ആ ബോഡി ടൈപ്പ് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ഈ ഒരു കാര്യം വന്നല്ല, ഒന്നുമില്ല. ചിലവർക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുക. എല്ലാത്തിനെയും ആ ഒരു അയ്യോ ഭാമേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്ട് നമ്മൾ എങ്ങനെയാണോ അതിനെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോഡിയും നമുക്ക് റിയാക്ട് ചെയ്യുക. ഓക്കെ, സോ തിങ്ക് പോസിറ്റീവ്, ബി പോസിറ്റീവ്. ഇതൊന്നും ഒരു വലിയൊരു വിഷയമല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ചു തരാനുള്ള മെയിൻ ഉദ്ദേശം പേടിക്കാതെ പോയിട്ട് മുന്നോട്ടേക്ക് പോവുക, അഥവാ നിങ്ങൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.